ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ FC മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. മാത്രമല്ല ഇന്നുണ്ടല്ലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പ്ലേയേഴ്സിനെ നമ്മുടെ പ്ലേയേഴ്സിന് കുറേ പേരെ വിൽക്കാനിട്ടായിരുന്നു ഗൈസ്. അപ്പം അവരുടെ ക്യാഷ് നമ്മളിന്ന് വാങ്ങിക്കാനാണ് ഗൈസ് വന്നേക്കുന്നത്. മാത്രമല്ല ഇടയ്ക്കിരുന്ന് ഞാൻ വേറൊരു മാച്ച് കൂടെ കളിച്ചായിരുന്നു. അന്നേരം പിന്നെ എനിക്ക് കുറേ പണ്ടത്തെ പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവരെയൊക്കെ നമുക്ക് വിൽക്കാം കേട്ടോ. ഒരാളെ വിൽക്കാം, എന്നിട്ട് അടുത്ത ആളെയും വിൽക്കാം. നമുക്ക് 2 പേരെ വിറ്റാൽ മതി ഗൈസ്. ഓക്കെ ഗായ്സ്, ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ട ഇത്രയും പേരുടെ പൈസ എടുക്കാനുണ്ട്. 9 പേരാണ് ഗൈസ്, എടുക്കാം. ഓക്കെ, നമ്മുടെ മണി പിന്നെയും കൂടിയിട്ടുണ്ട് ഗായ്സ്. സൂപ്പർ കൊള്ളാം. യെസ് ഗായ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു ഡിഫറൻറ്റ് പിടിക്കാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് ഇന്ന് എന്താ പിടിക്കേണ്ടത് ഗൈസ്? നിങ്ങൾ തന്നെ പറ. നമുക്ക് ഫുട്ബോൾ സെൻറ്ററിൽ പോയിട്ട് ഇന്ന് നമുക്ക് ചാമ്പ്യൻഷിപ്പ് മേടിക്കാം. നമുക്ക് ചാമ്പ്യൻഷിപ്പ് മേടിക്കാം. നമുക്ക് സെമി പ്രോ ഇടണോ ഗൈസ്? വേണ്ട. സെമി പ്രോ ഇട്ടാൽ ഗൈസ് നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ല, നമുക്ക് ജയിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഏതെടുക്കണം ഗൈസ് ടീം? നോക്കട്ടെ. റിയൽ മഡ്രിഡ് ഉണ്ട്, പാരീസ് ഉണ്ട്. നമുക്കിപ്പം ഏതെടുക്കണം? റിയൽ മഡ്രിഡ് എടുക്കണേ, എംബാപ്പെ അവരൊക്കെ ഉള്ളൂ. നമുക്ക് ബർസലോണ എടുക്കാം ഗൈസ്. ബർസലോണ ആരൊക്കെ ഉണ്ട്? ലാൻസഗൈ ഉണ്ട്, യമലുണ്ട്, കണ്ട വേറെ ആരണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, റിസർവിൽ പോവുകയാണെങ്കിൽ ആരുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മാച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എന്തായാലും റിയൽ മഡ്രിഡാണ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് റിയൽ മഡ്രിഡ് വെച്ചിട്ട് തുടങ്ങാം ഗൈസ്. ഞാൻ ബർസലോണ എടുക്കണമെന്നായിരുന്നു വിചാരിച്ചത്, ബട്ട് നമ്മളെപ്പോഴും റിയൽ മഡ്രിഡാണ്. അപ്പോൾ റിയൽ മഡ്രിഡ് തന്നെ ഇരിക്കട്ടെ. നേരത്തെ എന്ത് ഇൻട്രോ ഉണ്ട്. എടാ UCL ട്രോഫി കേട്ടോ. UCL ട്രോഫിയുടെ ആണ്, ചാമ്പ്യൻസ് ലീഗ്. ഓക്കെ, പ്ലേ ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു കളിച്ച് കഴിയുമ്പോൾ നമുക്ക് UCL ട്രോഫി കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണോ അതോ ഇനി കുറേ മാച്ച് കൂടെ കളിച്ചാലേ കിട്ടത്തുള്ളൂ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൊണാൾഡോ ഫാനാണോ മെസ്സി ഫാനാണോ നിങ്ങളൊന്ന് ജസ്റ്റ് താഴെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ നമ്മളെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, അതായത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. ലെറ്റ്സ് പ്ലേ. നമ്മുടെ കയ്യിൽ അറ്റ് മഡ്രിഡ്. ഈ അറ്റ് മഡ്രിഡ് എന്ന് പറയുമ്പോൾ ഗൈസ് ആരൊക്കെ ആയിരിക്കും ഞാൻ നോക്കട്ടെ. വീഡിയോസ് മറ്റേ പ്ലേസൊക്കെ. ഓക്കെ ഗൈസ്, നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു വെളിവെന്തൂടെ കൈ നീട്ടിക്കൊണ്ട് വരുന്നത് എൻ്റെ ഊര്. ഗോയ്സ്, റെയർ ഗോളായിരുന്നു. ഈ ഗോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സൂപ്പർ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അതുപോലെ ഗൈസ് എനിക്ക് പലയിടത്തുനിന്ന് കുറേ കോയിനും കിട്ടി പല ഇതൊക്കെ കളിച്ചപ്പോൾ ഗൈസ്. നമുക്ക് കുറേ മാച്ചസൊക്കെ കളിച്ചപ്പോൾ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ബെക്കാമിൻ്റെ ചാപ്റ്റർ ഇത് കളിക്കാനുണ്ട്. അത് ഇപ്പിക്ക് ഗോളായിരുന്നു ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെയും സൂപ്പർ ഗോൾ നയിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സൂപ്പർ ഗോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ സൂപ്പർ ഗോൾ. കണ്ട ഗൈസ്, കണ്ട എങ്ങനെ ഉണ്ടായിരുന്നു? സീനല്ലേ? സീനാണ്. നമുക്കിപ്പോൾ 2 ഗൈസ്. അറ്റ് മഡ്രിഡ് ഏതാണ്? റിയൽ മഡ്രിഡ് എന്ന് നോക്കാം. റിയലായിട്ടുള്ള മഡ്രിഡ് ഏതാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ടീമിലുള്ള പ്ലേയേഴ്സ് ആയിരുന്നെങ്കിൽ ഇപ്പം പണ്ടേ ഒരു 4 ഗോളെങ്കിലും അടിച്ചേനെ. ഇപ്പം ഇതുവരെയായിട്ട് 3 ഗോളേ ആയിട്ടുള്ളൂ. 4 വട്ടം ഷടേന്ന് അടിച്ചുകൊണ്ടേ ഇരുന്നാണ് ഇൻഫിനിറ്റി പോലെ. ഇപ്പം എന്താണ് ഗൈസ്, ഹാഫ് ടൈം പോലും ആയില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്കുണ്ടല്ലോ, ഇതിൽ 7 ഗോൾ അടിക്കണം ഗൈസ്. ഇവന്മാരെ 7-ക്ക്, അതായത് 0-7 നമുക്ക് പൊട്ടിക്കണം ഇവന്മാരെ.
അയ്യോ എടാ കൺട്രോൾ പോയി ഗൈസ്. ടൈം ഉണ്ടോ 26 ആയിട്ടുള്ളൂ. 26 എന്ന് പറയാൻ ഭയങ്കര കുറവാണ് ഗൈസ്. ഇനി ഹാഫ് ടൈം ഉണ്ട്, അതോടൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളു ഗൈസ് ഇനി ഫുൾ ടൈം. ഇനി കുറേ ടൈം എടുക്കും. ഓക്കെ അങ്ങനെയാണ്. ഓ ഗൈസ് കോർണർ കിക്ക് എന്തായാലും നല്ലൊരു ഗ്രേറ്റ് ഗോളായിരുന്നു കേട്ടോ. പക്ഷെ മിസ്സായി, കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഓ ഗൈസ് എന്തോ പാസ്സായി മാറേ. എടീ ഇമ്മാറിന്ന് 3 തട്ടിപ്പറിക്കാൻ പറ്റും തോന്നുന്നില്ല. എടാ നമുക്കിന്ന് 7 ഗോൾ അടിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഓക്കെ ഓ 1 ഗോളോട് അടിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എത്ര ഗോളാണ് ഗൈസ്? ഇപ്പം റോഡ്രിഗോ ഗോൾ അടിച്ചത്. എത്ര ഗോളാണ്? 4 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 3 ഗോളോടെ അടിക്കണം. അതൊക്കെ സിമ്പിൾ മാതിരി, അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അയ്യോ എടാ ഹാഫ് ടൈമായി. അപ്പോൾ ഉറപ്പിച്ച ഗൈസ് നമുക്കിന്ന് എന്തായാലും 7 ഗോൾ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ശ്രമം, അത്ര മാത്രം. എന്നുവെച്ചാൽ ശ്രമിച്ച് നോക്കാം ഗൈസ്. നമ്മളൊരിക്കലും എന്ത് കാര്യത്തിന് അങ്ങനെ വിടല്ലല്ലോ, ശ്രമിക്കണമല്ലോ, ശ്രമിച്ചിട്ടേ വിടാമല്ലോ. ഓ എന്തായാലും പിന്നെ നല്ലൊരു ഗോൾ പോയിട്ടുണ്ട്. ഇനിയും ഗൈസ് ഞാൻ 7 ഗോൾ അടിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഗൈസ്. പക്ഷെ നമുക്ക് പറ്റില്ല കേട്ടോ, പറ്റില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്ക് ശ്രമിക്കാം മാക്സിമം. ഓ വേഗം 68. അപ്പോൾ ഇനി പറയണ്ട ഗൈസ്, ഇനി നമുക്ക് 7 ഗോൾ അടിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഞാൻ പറയാം 5 തീർക്കാൻ പറ്റും ഗൈസ് നമുക്ക്. ഇനി 3 ഗോളൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഗൈസ്, അസാധ്യം വെച്ചാൽ നടക്കാത്ത വിഷയങ്ങളാണ് അതൊക്കെ. എടീ എന്ത് കഷ്ടമാണ് നിങ്ങളൊന്ന് ഓർത്തേ. എനിക്കൊരു 5 ഗോൾ പോലും അടിക്കണ്ട, അത്രയ്ക്ക് ഇതാണ് എടോ ഗൈസ്. ഓടാ പോയി, നമ്മുടെ ഡ്രീം ഇനി നടക്കാൻ പോകുന്നില്ല. നോക്ക് നിങ്ങൾ ടൈം എത്രയാണെന്ന് നോക്ക് ഗൈസ്. 70 ആയി. ഈ മരന്തറ പാസ് കൊടുത്ത് കളിക്കണ, നമ്മളെ പൊട്ടന്മാരാക്കാൻ നോക്കുവാടെ ഇവനൊക്കെ. 78. എനിക്ക് ആ 5th, അതായത് 5 ഗോളെങ്കിലും എനിക്ക് മാക്സിമം അടിക്കണം ഗൈസ്. അത് അടിച്ചില്ലേ നമ്മളെന്താണ്? ഇന്ന് നമ്മൾ 5 ഗോൾ അടിച്ചില്ലേ നമ്മളൊരു പ്രോ അല്ല ഗൈസ്, അത് ഞാൻ പറയാം. നമ്മളൊരു പ്രോ അല്ല 5 ഗോൾ നമ്മൾ അടിച്ചില്ലെങ്കിൽ. ഗൈസ് നമ്മൾ പ്രോ ആണ്, അതിൻ്റെ ഉദാഹരണമാണ് ഇത്. ഓക്കെ ഗൈസ് ഇനി 86 ആയി. ഇനി നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം എടാ 6 ഗോളെങ്കിൽ 6 ഗോൾ അതെങ്കിലും പറ്റൂ. അല്ല 90. ഓ ഗൈസ് കഴിഞ്ഞടാ, കഴിഞ്ഞല്ലോടാ. നമ്മുടെ ഡ്രീം 7 ആയിരുന്നു. ഇനി 2 ഗോളോട് അടിച്ചായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അല്ലേ ഗൈസ് നമുക്ക് വേണ്ട ഒരെണ്ണൂടെ കളിക്കാം, ഒന്നുകൂടെ കളിച്ചിട്ട് നിർത്താം ഗൈസ്. റൗണ്ട് ഓഫ് 60 ഇതോടെ കളിച്ചാൽ യൂസൽ ട്രോഫി കിട്ടുമായിരിക്കും നമുക്ക്. ഗൈസ് നിങ്ങൾ ചോദിച്ചു എന്താ, എനിക്ക് പറയുവാണെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിന് മുമ്പേ ആയിരുന്നു ഗൈസ് നമ്മൾ വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ റിയൽ മാഡ്രിഡിൽ. അങ്ങനെ വേൾഡ് കപ്പ് ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ഈ ഗെയിമിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ് വേൾഡ് കപ്പ്. ഓക്കെ ഇതെന്തുവാടാ
ഗൈസ് ഇപ്പോൾ കളിച്ചവന്മാരുടെ കൂടെ തന്നെയല്ലേ നമ്മൾ പിന്നെയും കളിക്കണേ? എല്ലാം തോന്നല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കളിക്കാം. എന്താടാ സ്റ്റക്ക് അടിച്ചെന്ന് തോന്നുന്നു. വാട്ട് എ ചാൻസ്. എടാ ഇതെനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ കളിക്കുമായിരിക്കൂടാ. ആണെന്ന് തോന്നുന്നു. നമുക്കിത് കളിക്കണോടാ? അറിഞ്ഞൂടാ, അറിയല്ലായിരിക്കും. അറിഞ്ഞോടാ, നമുക്ക് കളിക്കാം. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്കൊരു ചെറിയൊരു വിഷമോടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ചെറുതല്ല, നല്ലതായിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബെക്കാമിൻ്റെ ചാപ്റ്റർ 4 എൻ്റെ ആവാറായി. നിങ്ങളപ്പോൾ വിചാരിക്കും ഞാൻ പറഞ്ഞു ചാപ്റ്റർ 2-നായിരുന്നു ഭയങ്കര വിഷമമെന്ന്. ബട്ട് ഗൈസ് അതല്ല. ഇനി ചാപ്റ്റർ 2 കൂടെ കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ ബെക്കാമിൻ്റെ ഈ ഭാഗം. നമുക്ക് വേണമെങ്കിൽ ഗൈസ് ഇതേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഏതാണ് ഗൈസ്? മറ്റേ റെഡ് പോലെ ഉണ്ടല്ലോ, അത് കളിക്കാൻ പറ്റത്തുള്ളൂ വേണമെങ്കിൽ. ഗൈസ് ഒരു നാൾ നമുക്ക് നോക്കാം അത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്ന്. ഗൈസ് പിന്നെ ഈ ടാസ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ ഇപ്പോൾ അവന്മാരോടൊന്ന് ഒറ്റടി അടിച്ച ഗോള് ഇല്ല. എടാ അവർക്ക് എന്തോ ആണല്ലോ കടാൻ. ഓക്കെ നമ്മുടെ ഗോളിക്ക് പാസ് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ടൈമായി. ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്താലോടാ. കാരണം ഇതെനിക്ക് തോന്നുന്നു പിന്നെയും കളിക്കുവാണെന്ന്. നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഗൈസ്. എൻഡ് ചെയ്യാല്ലേ വീഡിയോയിൽ. ഗൈസ് നിങ്ങൾ ഏത് ഈവൻറ്റ് കളിക്കണമെന്ന് പറയാട്ടോ ഗൈസ്. അതുപോലെ നിങ്ങൾ വേണേൽ പറ ഗൈസ്. നമ്മുടെ ഈ FC മൊബൈൽ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഹൊറർ ഗെയിംസോ, നമ്മുടെ ഗ്രാനി അതുപോലത്തെ ഹൊറർ ഗെയിംസോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രക്ക് ഗെയിമോ, അതിൽ ഫ്രീ ഫയറോ അങ്ങനത്തെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കളിക്കുന്നതായിരിക്കും. ഫുട്ബോളാണ്, അതുകൊണ്ട് ഞാൻ FC മൊബൈലൊക്കെ കളിച്ചത് മാത്രമേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഏത് ഗെയിം വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ കളിക്കും. അത് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞാൽ നമ്മൾ കളിച്ചിരിക്കും. പിന്നെ ഒരു വട്ടം നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞു റോബ്ലോക്സ് കളിക്കാൻ, നമ്മളത് കളിക്കാനൊന്നും ഇരിക്കത്തില്ല. നമ്മൾ കളിക്കും ഗൈസ്, കളിക്കും. ബട്ട് ഒരു പ്രശ്നമുണ്ടാ. നമ്മളിപ്പോൾ FC മൊബൈലല്ലേ കളിക്കുന്നത്. നിങ്ങൾ ഒരാളും കൂടെ പിന്നെയും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ കളിക്കാം. ഇതെല്ലാം നമ്മൾ കളിക്കുന്നതായിരിക്കും. എന്തായാലും ഈ മന്തില്ല ഗൈസ്. ഓക്കെ എടാ ഇത് സെയിം തന്നെ അല്ലേ? കുറച്ചുകൂടെ ഉള്ള ടൈം, അതുവരെ വെയിറ്റ് ചെയ്യടാ. ഓക്കെ ഗൈസ്, ഓക്കെ. ഗൈസ് അവിടെ എന്തോ ആക്സിഡൻ്റ് ആയിരുന്നു നടന്നേ. ഓക്കെ ഗൈസ് നമുക്ക് ഇവനെ വീഴ്ത്താൻ സമയമായി. ഓക്കെ നമ്മൾ വീഴ്ചയണ്ട. ആടാ നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്കാൻ വരുന്നത് എൻട്രിക്. എടാ പിന്നെ നമ്മുടെ എന്താ ഗൈസ് പറയാ, ക്ലബിൻ്റെ 95 ആയിരുന്നല്ലേ. നമ്മുടെ ഒരു ലെവലൂടെ കൂടെ ഉണ്ട് ഗൈസ്. ഇപ്പം 96 ആണ്.
അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറേ പ്ലേയേഴ്സിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെച്ചു. എന്നാൽ നമ്മുടെ മെയിൻ പ്ലേയേഴ്സിനൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. അതായത് റൊണാൾഡീനിയോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, സണ്ണ്, ടോണി, പിന്നെ ആരാണ് ഗീസ് ആരുടെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും നമ്മൾ എടുത്ത് മാറ്റിയിട്ടില്ല. അതൊക്കെ അവരങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഓ, നമുക്ക് റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എനിക്കൊന്ന് ഇതിങ്ങനെ കുറേ വട്ടം കളിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. കുറേ വട്ടം കളിക്കുമ്പോഴാണ് നമ്മളിത് ആവുന്നത്. നമ്മുടെ യൂസൽ ട്രോഫി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും എനിക്കറിയാം ഭയങ്കര ലോങ് ആയിപ്പോയെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഫുള്ള് കണ്ടവർക്കെല്ലാം ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ എന്താണ് പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.